സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകം കാത്തിരുന്ന ഒരു പോരാട്ടം, അത് പോർച്ചുഗലിൻ്റെ ആദ്യ മത്സരമായിരുന്നു ഈ ലോകകപ്പിലേത്. പക്ഷേ മത്സരം കഴിയുമ്പോൾ വളരെയധികം നിരാശപ്പെടുത്തിയ പ്രകടനമെന്ന് ആരാധകർ പോലും ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കളി. മറുഭാഗത്ത് ഒരിക്കൽ കൂടി ഒരു ചെറുരാജ്യം വമ്പന്മാരെ വിറപ്പിക്കുന്ന കാഴ്ചയും കണ്ടു. 1-1 സ്കോർ നില. അതിലേക്ക് വന്ന കാരണങ്ങൾ ചികഞ്ഞാൽ അതിൽ നമുക്ക് ഏറ്റവും ആദ്യം എടുത്തു പറയാൻ ചൂണ്ടിക്കാണിക്കാനുള്ളത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വ്യക്തിയെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പിഴവുകൾ, അദ്ദേഹം കളിയിലുണ്ടാക്കാൻ ഇടയുണ്ടായിരുന്ന ഇമ്പാക്റ്റുകൾ ഇല്ലാതെ പോയത്, ഇതൊക്കെ ഒരു പരിധിയോളം നിശ്ചയിക്കാമെങ്കിലും ആ ടീമിൻ്റെ പ്രശ്നം എന്താണെന്നാണ് ആഴത്തിൽ പരിശോധിക്കേണ്ടതുള്ളത്. എനിക്കൊപ്പം ഫൈസൽ ഹംസയുണ്ട്, ജയേഷ് പൂക്കോട്ടിലുണ്ട്. ഫൈസലിലേക്ക് ആദ്യം. ഫൈസൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാനാണ്, പോർച്ചുഗലിൻ്റെ ആരാധകനാണ്. പക്ഷേ ഇന്നലെ സംഭവിച്ചത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാന കാരണം, കടുത്ത ആരാധകർ പോലും വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ ടീമിനെതിരെ. ആ ടീമിൻ്റെ ഒത്തിണക്കമില്ലായ്മ ഏറ്റവും പ്രകടമായിട്ടുള്ള, നമുക്ക് ഒറ്റ പോയിന്റിലേക്ക് കാര്യങ്ങൾ പറയാം വേണമെങ്കിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വ്യക്തിയുടെ പരാജയമെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ നമുക്ക് കുറ്റപ്പെടുത്താം, അദ്ദേഹം ഗോളടിച്ചില്ല എന്നതൊക്കെ പറയാം. പക്ഷേ അതിലുപരിയായിട്ട് ആ ടീമിൽ കാണേണ്ട ഒരു ഒത്തിണക്കം ഉണ്ടാകുന്നില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു പരിധിയോളം സഹതാരങ്ങൾ തന്നെ ഒഴിവാക്കി വിടുന്ന ഒരു കാഴ്ച പലപ്പോഴായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കളി കാണുന്ന ഒരാൾക്ക്. അദ്ദേഹത്തിന് വേണ്ടി ഒരു ലോകകപ്പ് ആ ടീം ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ സ്വാഭാവികമാണ്, ചിലപ്പോൾ വിമർശനം വരാം. മെസ്സിയുമായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുമ്പോൾ മെസ്സിക്ക് വേണ്ടി ഒരു പടയാളികൾ ഒരു കൂട്ടം അധ്വാനിച്ചുവെങ്കിൽ ഇത്തവണ ആ ഒരു നേട്ടം റൊണാൾഡോയ്ക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ആ മത്സരത്തിൻ്റെ ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. വിമർശനമാണോ അതോ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഈ മെസ്സിക്ക് വേണ്ടി ഇപ്പോൾ ഡീപോളിനെ പോലുള്ള ഒരു അങ്ങനെ ആ ടീം മുഴുവൻ ഒരു പടയാളികൾ നിൽക്കുമ്പോൾ നമുക്ക് കളി കാണുമ്പോൾ റൊണാൾഡോക്കെതിരെ ഒരു പറ്റം പടയാളികൾ ഉണ്ട് എന്നുള്ളത് പോലെയാണ് തോന്നുക. റൊണാൾഡോയെ നമുക്ക് വിമർശിക്കാം. അദ്ദേഹമായിരുന്നു ആ ടീമിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കണമായിരുന്നു. പക്ഷേ റൊണാൾഡോ മാത്രമല്ലല്ലോ പോർച്ചുഗീസ് ടീം. ഇപ്പോൾ റൊണാൾഡോയുടെ വിമർശകർ തന്നെ പറയുന്നത് റൊണാൾഡോയെ മാറ്റി നിർത്തിയാലും പോർച്ചുഗൽ ഒരു വലിയ ടീമാണ്, ലോകകപ്പ് അടിക്കാൻ കെൽപ്പുള്ള ടീമാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, വിറ്റീനയുണ്ട്, ജാവോ നെവസ് ഉണ്ട്. വിറ്റീനയും ജാവോ നെവസും ചാമ്പ്യൻസ് ലീഗ് നേടിയ PSG-യുടെ 2 എഞ്ചിനുകളാണ്, ഏറ്റവും ശക്തമായി കളിക്കുന്ന താരങ്ങളാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ, ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ ബെർണാഡോ സിൽവയുണ്ട്. എല്ലാം ലോകോത്തര താരങ്ങളാണ്. ഇവരിൽ ആർക്കെങ്കിലും ഇന്നലെ ഒരു ഗോളിലേക്കുള്ള ഒരു അവസരം തുറന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? നെവസ് ഒരു ഗോൾ അടിച്ചു, പക്ഷെ ആ ഗോൾ നമുക്കറിയാം അതെങ്ങനെയാണ് വന്നതെന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നിന്നുള്ള ഒരു ഗോൾ ഒന്നുമല്ല. ഇന്നലെ ഈ ലോകകപ്പിൽ പോർച്ചുഗലിൻ്റെ ഏറ്റവും മികച്ച ടീം അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡാണ്. ഞാൻ ഈ പറയപ്പെട്ട താരങ്ങൾ എന്തായിരുന്നു? വിറ്റീനയെ നമ്മളെടുക്കാം. വിറ്റീന ഇന്നലെ 120-ലധികം പാസ് ക്ലിയർ ചെയ്ത ഒരാളാണ്. ഈ പാസിൽ 60-ലധികം, അതായത് പകുതിയിൽ കൂടുതൽ സ്വന്തം ഹാഫിൽ നിന്നാണ് അദ്ദേഹം പാസ് ചെയ്യുന്നത്. അദ്ദേഹം ഗ്രൗണ്ടിൽ മുഴുവൻ നിറഞ്ഞു കളിച്ചിട്ട്, പക്ഷെ അതിൽ ഒറ്റൊന്നു പോലും ഒരു ഇമ്പാക്റ്റ് മൂവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബാക്ക് പാസുകൾ, നെഗറ്റീവ് ഗെയിം. ആദ്യ ഗോൾ 6-ാം മിനിറ്റിൽ നേടിയതിന് ശേഷം മുഴുവൻ ഗെയിമും കളിച്ചത്, ഫസ്റ്റ് ഹാഫ് മുഴുവൻ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത്. 70%-ലധികം പന്ത് കയ്യിലുണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും കോങ്കോ ഡിഫൻസിനെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു മൂവ് നടത്തിയില്ല. ഇനിയിപ്പോൾ റൊണാൾഡോയ്ക്ക് പറ്റിയ പിഴവുകൾ, അത് അവിടെ നിൽക്കാം. ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചത് ഇന്നലെ ഒരു 1-on-1 സിറ്റുവേഷനിൽ റൊണാൾഡോ ബോക്സിലേക്ക് നൽകുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ബ്രൂണോ ഫെർണാണ്ടസ് ആ മൂവ് നടത്തിയതിൽ. ഒരു പക്ഷേ 1 ടച്ചിൽ റൊണാൾഡോയ്ക്ക് നൽകാമായിരുന്ന, ബോക്സിൽ വെച്ച് നൽകാമായിരുന്ന ഒരു പാസ് ലെഫ്റ്റ് ഫ്ലാങ്കിൽ, ആ പാസ് നൽകാതെ വീണ്ടും വളരെ ശ്രമകരമായി സ്വന്തം ഹാഫിലേക്ക് പാസ് നൽകുന്ന ബ്രൂണോ ഫെർണാണ്ടസ്. ആർക്കു വേണ്ടിയാണ് ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചത്? ഡിഫൻസിലായിരുന്നു, എതിർ ടീമിൻ്റെ ഡിഫൻസിലായിരുന്നു. ആ പന്ത് അവിടെ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലാണ് ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചത്. ഓരോ ഇന്നലത്തെ യഥാർത്ഥത്തിൽ റൊണാൾഡോയുടെ ഒരു പിഴവ് മാത്രമായി. റൊണാൾഡോയ്ക്കെതിരെ വിമർശനങ്ങൾ അത് ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. പലപ്പോഴും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് കോൺസിസാവയുടെ ഒരു പാസ് ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ ലക്ഷ്യമിട്ടെത്തിയ പാസ്സായിരുന്നു. റൊണാൾഡോ അനാവശ്യമായി ആ ആ പന്തിന് കാൽ വെച്ചു എന്നുള്ളതാണ്. തിയറി ഹെൻറിയൊക്കെ അതിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ടീമിന് വേണ്ടിയാണ് ഗോളടിക്കേണ്ടത്, അല്ലാതെ തനിക്ക് വേണ്ടിയല്ല എന്നുള്ള രൂക്ഷ വിമർശനമുണ്ട്. ആ വിമർശനം ഉൾക്കൊള്ളുമ്പോൾ തന്നെ
ടീം എന്ന് പറയുന്നത് റൊണാൾഡോയെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ്. 11 പേരാണ് കളിക്കുന്നത്. ആ ടീമിൻ്റെ സെൻട്രൽ സ്ട്രൈക്കറാണ് അദ്ദേഹം. ഒരു വിങ്ങിലോ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡിലോ കളിക്കുന്ന താരമല്ല. ഒരു സെൻട്രൽ സ്ട്രൈക്കർക്ക് പന്തെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്കും അല്ലെങ്കിൽ ആ ടീമിൻ്റെ അറ്റാക്കിംഗ് വിങ്ങിനുമാണ്. അല്ലെങ്കിൽ 2 വിങ്ങിലുള്ള പെഡ്രോ നെറ്റോയും ബെർണാഡോ സിൽവയും അടക്കമുള്ള താരങ്ങളുണ്ട്. ഇതിൽ ഈ താരങ്ങളിൽ എത്ര പേർ എത്ര പാസ് റൊണാൾഡോക്ക് നൽകി എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? റൊണാൾഡോയുടെ വീക്ക് പോയിന്റ് ഉണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ റൊണാൾഡോയ്ക്ക് എത്ര പന്ത് നൽകി എന്നുള്ളത് ഒരു ചോദ്യം ചെയ്യേണ്ട കാര്യമല്ലേ? ബെർണാഡോ സിൽവ ഇന്നലത്തെ മത്സരത്തിലെ ദുരന്തമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ പിന്നീട് അവിടെ കോൺസിസാവോ വന്ന ശേഷമാണ് ആ വിങ് ഒന്ന് ഉയരുന്നത്. 2 വിങ്ങിലും പെഡ്രോ നെറ്റോയും അദ്ദേഹത്തിന് നന്നായി കളിക്കാൻ സാധിച്ചില്ല. റഫാലിയാവോ വന്നതിന് ശേഷമാണ് വിങ്ങുകളിലൂടെയുള്ള മൂവ് വരുന്നത് എന്നുള്ളതാണ്. റൊണാൾഡോയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹവും ഇന്നലെ മൊത്തത്തിൽ ഈ പോർച്ചുഗൽ ടീമിൻ്റെ ഇന്നലത്തെ നെഗറ്റീവ് ഗെയിം ഓരോ താരത്തെയും ബാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെൽസൺ സെമെഡോ മാത്രമാണ് അതിന് അല്പമെങ്കിലും ഭേദമെന്ന് പറയാവുന്ന കളി കളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൊണാൾഡോ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ 20-ലധികം പാസുകളിൽ ഏതാണ്ട് 80% നെഗറ്റീവ് പാസ്സാണ് കൊടുത്തത്, ബാക്ക് പാസ്സാണ് കൊടുത്തത്. ഒരു ഇമ്പാക്റ്റ് മൂവ് പോലും റൊണാൾഡോയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ടീമിൽ റൊണാൾഡോയെ മാത്രം കുറ്റപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. ടീമിലുള്ള നമ്മൾ ഈ പറയുന്ന ലോകോത്തര താരങ്ങളെല്ലാം ഉത്തരവാദികളാണ്. അവിടെയാണ് ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അതിൽ റോബർട്ടോ മാർട്ടിനസിന് എത്രത്തോളം പങ്കുണ്ട്? ഇപ്പോൾ ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ എങ്ങും എത്താതെ പോയതിൽ റോബർട്ടോ മാർട്ടിനസാണ് അതിൻ്റെ പ്രധാന ഉത്തരവാദി എന്നുള്ള വിമർശനമുണ്ട്. പോർച്ചുഗലിനും അതുതന്നെയാണോ കാരണമെന്ന് പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും മാർട്ടിനസിൻ്റെ കാര്യം പറയുമ്പോഴേ അതൊരു പ്രധാന പ്രശ്നമാണ്. 90 മിനിറ്റും കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മൾ ഈ പറഞ്ഞ രീതിക്കാണെങ്കിൽ 2 ഭാഗത്തിന് നികർത്താം. അദ്ദേഹത്തിന് ഗോളടിക്കാൻ പന്ത് കിട്ടുന്നില്ല എന്നൊരു വാദമുണ്ട്. മറിച്ച് അദ്ദേഹത്തിന് ടീമിൽ സെൻട്രൽ സ്ട്രൈക്കറായിട്ടുള്ള ഏറ്റവും ഫിനിഷറുടെ റോളിൽ കളിക്കേണ്ടുന്ന പന്ത് വലയിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അതിന് 2 തവണ സുവർണാവസരം ലഭിച്ചിട്ടത് കഴിയുന്നില്ല. അവരുടെ ആ നിരാശ നമ്മൾ കാണുന്നുണ്ട്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിരാശാ പ്രകടനം കളിക്കളത്തിൽ പ്രകടമാക്കുന്നുണ്ട്. ടീമിനകത്തെ ആഭ്യന്തര കലഹം നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിൻവലിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ ടീമിലെ പ്രശ്നങ്ങൾ, അദ്ദേഹം തുറന്നടിക്കുന്ന കാഴ്ച, പകരം താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ അദ്ദേഹം തന്നെ ഇട്ട് എതിർക്കുന്ന കാഴ്ച. 25 തവണയാണ് അത്ര ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് തട്ടിയത്. അതിൽ 2 ഉറച്ച ഷോട്ടുകൾ അദ്ദേഹം പാഴാക്കി കളയുന്നുണ്ട്. എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിൻവലിക്കാൻ ഈ മാർട്ടിനസ് എന്ന് പറയുന്ന പരിശീലനം കഴിയുന്നില്ല? ഒപ്പം ഈ പാസിംഗ് ഗെയിം എന്നുള്ളത് ക്ലബ്ബ് ഫുട്ബോളിലാകുമ്പോൾ നമുക്കറിയാം, എല്ലാ താരങ്ങളും ആക്രമിച്ച് കളിക്കുന്ന സാഹചര്യത്തിൽ ഈസി ആയിട്ട് മുന്നിൽ നിൽക്കുന്ന ഫോർവേഡിന് പന്ത് കിട്ടും, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പന്ത് കിട്ടും, അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ കഴിയും. പക്ഷേ ഇന്നലത്തെ പോലെ ഒരു ലോകകപ്പ് പോലെ ഒരു കളിയിൽ ഹൈ പ്രസ്സിംഗ് ഗെയിമിനൊപ്പം തന്നെ ഡിഫൻസീവ് കളിയും വരുന്ന ഒരു കളിയിൽ എന്തുകൊണ്ട് തന്ത്രപരമായിട്ട് നീങ്ങാൻ കളിക്കിടെ പരിശീലകനും ടീമിനും കഴിയുന്നില്ല? റൊണാൾഡോയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊണാൾഡോ തന്നെ ഉണ്ടാക്കി വെച്ചൊരു ലെജൻഡറി കരിയറാണ് ഇതിലേറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. റോബർട്ടോ മാർട്ടിനസിന് പോലും ഈ കാര്യങ്ങൾ ഇപ്പോൾ ഫൈസൽ പറഞ്ഞ പോലെ പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ആദ്യത്തെ പ്രതി റോബർട്ടോ മാർട്ടിനസ് തന്നെയാണ്. അദ്ദേഹം ഇത്രയും വലിയൊരു ക്ലൂലെസ് ആയ പരിശീലനമാണ്. എത്രയോ മുൻപ് എക്സ്പോസ്ഡ് ആയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പ് ടീം ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ കിട്ടിയിട്ടും ഒന്നും എത്തിക്കാൻ കഴിയാതെ പോയൊരു ആളാണ് റോബർട്ടോ മാർട്ടിനസ്. അത് നോക്കൂ, അന്നത്തെ ആ ടീം നോക്കുമ്പോൾ അവിടെ ഡിബ്രോയിന്, ലുക്കാക്കു, ആക്സൽ വിറ്റ്സൽ അടക്കം ഇഡൻ ഹസാർഡ്, അങ്ങനെ 11 പ്ലെയേഴ്സും ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ടായിരുന്ന ബെൽജിയത്തിന് എവിടെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. യൂറോപ്പിലായിക്കോട്ടെ വേൾഡ് കപ്പിലായിക്കോട്ടെ. അതിനുശേഷം പോർച്ചുഗലിലേക്ക് വരുന്നു. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് ഈ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ. അതായത് ഈ ലോകകപ്പിന് ശേഷം ഞാൻ അങ്ങ് ഇറങ്ങുകയാണെന്നുള്ള രീതിയിൽ. ഇറങ്ങേണ്ടി വരില്ല, പുറത്താക്കും മിക്കവാറും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന്, ഒരു പരിശീലകന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. പരിശീലകൻ തന്നെയാണ് ഏറ്റവും വലുത്. അതിപ്പോൾ എത്ര വലിയ പ്ലെയർ ആണെങ്കിലും, ഇപ്പോൾ മെസ്സി ഫോം ഔട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്കലോണിക്ക് വലിക്കണം, സ്കലോണി വലിക്കണം. റൊണാൾഡോ ഫോം ഔട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിക്കണം. അപ്പോൾ ഒന്ന്, കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ കരിയർ നമ്മൾ മറക്കുന്നില്ല, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ലെഗസി നമ്മൾ മറക്കുന്നില്ല. എന്നാൽ പോലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് റൊണാൾഡോയുടെ ഒരു ഫോമിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ട്. അത് കഴിഞ്ഞ യോഗ്യതാ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ക്ലിയർ ബോൾ പോലും അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതൊരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാലം മോശം കാലം ഉണ്ടാവും. മാത്രമല്ല അദ്ദേഹം 40 കഴിഞ്ഞു, ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ വലിയ ടൂർണമെന്റുകൾ അദ്ദേഹം ഗോൾ അടിക്കുന്നില്ല, തുടർച്ചയായിട്ട് 10 മത്സരങ്ങൾ പിന്നിട്ടു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ പ്ലെയർ ഒരു ടച്ചിലല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിക്കണം. ഇപ്പോൾ നേരത്തെ ഫൈസൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലോകോത്തര മിഡ്ഫീൽഡ്, അതായത് ഈ വേൾഡ് കപ്പ് കളിക്കുന്നതിൽ ലിറ്ററലി പേരിൽ ഏറ്റവും നല്ല മിഡ്ഫീൽഡേഴ്സ് ഉള്ള ടീമാണ്
പോർച്ചുഗൽ എന്ന് പറയുന്നത്. അവിടെ ബെർണാഡോ സിൽവയുണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, വിറ്റീനിയ ഉണ്ട്. അങ്ങനെ ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സാണ്. സ്വാഭാവികമായിട്ടും കോച്ച് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക ത്രൂ ബോൾ വന്നാൽ മതി, ചെറിയ ബോൾ, അത്തരത്തിലുള്ള ടാപ്പിനൊക്കെ അടക്കമുള്ള പെട്ടെന്ന് ചെയ്യാൻ പാകത്തിലുള്ള ഒരുപാട് അധ്വാനിക്കേണ്ട സാഹചര്യം ക്രിസ്ത്യാനോയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ബോൾ വരുന്നില്ല എന്നുള്ള സത്യം. അതിന് വേറൊരു വശം കൂടിയുള്ളത്, ഇന്നലെ നമ്മൾ ലോ ആംഗിൾ ഹൈ ആംഗിളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. റൊണാൾഡോ ഭൂരിഭാഗം സമയത്തും ഒരു ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. പാസ് ചെയ്യാൻ, ത്രോ കൊടുക്കാൻ പാകത്തിലുള്ള രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് പഠിക്കാൻ നമ്മൾ ആരുമല്ല പഠിപ്പിക്കാനൊന്നും. പക്ഷേ അദ്ദേഹം പലപ്പോഴും ആ രീതിയിൽ കയറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒന്നുകിൽ പിന്നെ ഇറങ്ങി വന്ന് കളിക്കണം. അപ്പോൾ ഒരു പല കമ്പാരിസണും നടക്കുന്നുണ്ട്. എന്നാൽ പോലും മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് നമ്മൾ ശ്രദ്ധിച്ചു. ഡിഫൻസിലേക്കൊക്കെ ഇറങ്ങി വന്ന് ബോളെടുത്ത് കളിക്കുന്ന ഒരു രീതിയിൽ. ഒന്ന്, അദ്ദേഹത്തിന് ആ ടീമിൻ്റെ മൊത്തം സപ്പോർട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഒന്ന് ഇറങ്ങി വരാൻ പോലും കൂട്ടാക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ടച്ചസ് ഗോളിക്കും റൊണാൾഡോയ്ക്കും ഒരേ ടച്ചസാണ്. ആലോചിച്ച് നോക്കണം എത്രമാത്രം അവസ്ഥയാണല്ലോ. 16 തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഒരു സെൻട്രൽ സ്ട്രൈക്കറും ഗോളിക്കും ഒരേ ടച്ച് വരിക എന്ന് പറയുമ്പോൾ അത് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീം. അപ്പോൾ ഡിഫൻസീവ് മോഡിൽ കളിക്കുന്ന ടീമാണെങ്കിൽ ഓക്കെ, ഇത് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമാണ്. ഈ പോർച്ചുഗലിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ കോങ്കോയെക്കുറിച്ച് നമ്മൾ പറയണം. അവർ ഒരു അസാധ്യമായ ഒരു പോരാട്ട വീര്യമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കോങ്കോയ്ക്ക് ഒരുപാട് വലിയ ചരിത്രമുണ്ട് ആ രാജ്യത്തിന്. നമുക്കറിയാം, സയർ എന്നായിരുന്നു പേര്. അവിടെ ഒരു വലിയ ഏകാധിപതി ഉണ്ടായിരുന്നു. അപ്പോൾ 52 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ അവസാനമായിട്ട് വേൾഡ് കപ്പ് കളിച്ചത്. ആ വേൾഡ് കപ്പ് കളിച്ചത് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള, എത്ര പേർക്ക് അറിയുന്നില്ല, വലിയ രീതിയിലുള്ളൊരു ഹിസ്റ്റോറിക് മൊമെൻറ്റുകൾ ഒന്നായിരുന്നു അത്. കാരണം അവർക്ക് യോഗ്യത കിട്ടിയപ്പോൾ അവിടെ ഒരു മൊബുട്ടു എന്ന് പറഞ്ഞൊരു ഏകാധിപതി ഉണ്ടായിരുന്നു. അദ്ദേഹം അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. വലിയ രീതിയിൽ അവർക്ക് കാറും വീടും ഒക്കെ ഓഫർ ചെയ്യുന്നു. പിന്നെ വലിയ രാജകീയമായി തന്നെ അവരെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. പശ്ചിമ ജർമ്മനിയിലായിരുന്നു ആ വേൾഡ് കപ്പ് നടന്നിരുന്നത്. ആ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോഴാണ് ഇവർ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. അവരുടെ ഒഫീഷ്യൽസും അതുപോലെ ഫുട്ബോൾ അസോസിയേഷനൊക്കെ ഇവരെ ചതിച്ചു. വേണ്ടത്ര പണമൊന്നും കൊടുത്തിട്ടില്ല. ഇന്നത്തെ കാലത്തെ പോലെ ആ രീതിയിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്ന കാലമല്ലല്ലോ. അവരവിടെ പോയി പെട്ടു. ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നു, അന്ന് 2-0 തോൽക്കുന്നു. പിന്നീട് യുഗോസ്ലാവിയക്കെതിരായ മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ അവർ കളിക്കുന്നില്ല, പണിമുടക്കാന്ന് പറയുന്നത്. കാരണം അവർക്ക് ഉറങ്ങാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് 9-0 അവർ തോൽക്കുന്നു. മൂന്നാമത്തെ മത്സരം ബ്രസീലിനെതിരെയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് മൊബുട്ടോവിൻ്റെ ചാരന്മാർ വന്ന് പറയുകയാണ്, ഈ മത്സരം 3 ഗോളിൽ കൂടുതൽ മാർജിനിൽ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും കൊല്ലും, നിങ്ങൾ വീട്ടുകാരെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ വളരെ ആശങ്കയോടെ ബ്രസീലിനെതിരെ കളിക്കാൻ പോവാണ്. ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ ആദ്യത്തെ ഒരു 10-60 മിനിറ്റിൽ തന്നെ 2 ഗോൾ വഴങ്ങുന്നുണ്ട്. അതിനുശേഷം ഒരു ഫ്രീ കിക്ക് അവർക്ക് സ്വന്തം ബോക്സിന് തൊട്ട് മുമ്പ് കിട്ടുന്നുണ്ട്. അത് ബ്രസീൽ താരം കിക്കെടുക്കാൻ വരുമ്പോൾ കോങ്കോയുടെ ഒരു ഡിഫൻഡർ ഓടി വന്നിട്ട് ആ ബോൾ തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോൾ കമൻട്രിയിൽ പറയുന്നുണ്ട്, ഫുട്ബോളിനെ കുറിച്ച് ഒരു അജ്ഞതയില്ലാത്തവരാണ് ഈ ആഫ്രിക്കൻ രാജ്യക്കാരെന്നുള്ള രീതിയിൽ ഭയങ്കരമായ രീതിയിൽ പറയുന്നു. അതിന് അവർക്ക് അജ്ഞതയില്ലാഞ്ഞിട്ടല്ല, അത് തട്ടിത്തെറിപ്പിച്ച് കുറച്ച് സമയം വൈകിപ്പിച്ച് റെഡ് കാർഡൊക്കെ കിട്ടിയാൽ ലേറ്റാക്കി ആ ഗോള് 3 ആവരുത് എന്നുള്ളൊരു ആശങ്കയുടെ പുറത്താണ് അവർ തട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്മുറക്കാരുടെ ടീമാണ് ഈ വരുന്ന സയറിൻ്റെ ഭാഗമായിട്ടുള്ള കോങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വരുന്നത് 52 വർഷത്തിന് ശേഷം വരുന്ന, അവർക്ക് എന്തെങ്കിലുമൊക്കെ തെളിയിക്കാനുണ്ട് ഈ വേൾഡ് കപ്പിൽ. 14 ഗോളാണ് ആദ്യം വന്ന വേൾഡ് കപ്പിൽ അവർ വഴങ്ങിയത്. പക്ഷേ ഒരു ഗോൾ പോലും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു തിരിച്ചുവരവിന് അവർ വരുന്നു. വന്നിട്ട് പോർച്ചുഗലിനെതിരെ ഒരു പോയിന്റ് നേടുന്നു, ഒരു ഗോൾ നേടുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയർ ലീഗിലെ 3-4 താരങ്ങൾ ഈ കോങ്കോ ടീമിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ വിസ ഉൾപ്പെടെയുള്ള വാൻ ബിസാക്ക, മുൻ യുണൈറ്റഡ് താരമായിരുന്ന വാൻ ബിസാക്ക അടക്കമുള്ളവരുണ്ട്. അവരൊക്കെ നന്നായിട്ട് കളിച്ചു. ഒപ്പം തന്നെ ഒരു ഇന്ത്യൻ പാരമ്പര്യമുള്ള മുത്തുസ്വാമി കളിച്ച കളി, എന്താണ് അവരുടെയൊക്കെ എനർജി എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് വൻ എനർജിയിലാണ് അവർ കളിക്കുന്നത്. കട്ടയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ പോർച്ചുഗൽ താരങ്ങളുമായിട്ട് കട്ടയ്ക്ക് നിന്നു. അത് തന്നെയാണ്. അപ്പോൾ പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ കരുതിയിരുന്നു 5 ഡിഫൻസുമായിട്ടാണ് അവർ ലിറ്ററലി കളത്തിലിറങ്ങുന്നത്. 5 പ്രതിരോധക്കാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ബസ് പാർക്കിംഗ് ലെവലിലേക്ക് പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിച്ചത്. പോർച്ചുഗൽ തുടക്കം മുതൽ ഗോൾ അടിച്ചപ്പോൾ തന്നെ പിന്നെ അവർക്ക് തോന്നി, ഡിഫെൻഡ് ചെയ്ത് കളിച്ചിട്ട് എന്താ കാര്യം, അറ്റാക്ക് ചെയ്ത് കളിച്ചാലും. പിന്നെ കളി മാറി. പിന്നെ എത്രയോ ഓൺ ടാർഗറ്റ് പോർച്ചുഗലിനേക്കാളും കൂടുതലുള്ളത് കോങ്കോയ്ക്കാണ്. പിന്നീട് അങ്ങോട്ട് ഗംഭീരമായിട്ട് അവർ കളിക്കുന്നു. ഫിനിഷിങ്ങിൽ 1-2 പോരായ്മകളില്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ടിന് ചിലപ്പം വേറെ ഒന്നായനെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതാണ് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല മത്സരം കണ്ട ഫീൽ. അതായത്
കംപ്ലീറ്റ്ലി ഡിഫൻസിലേക്ക് പോകുമെന്ന് തോന്നിച്ച ടീം വലിയ രീതിയിലുള്ള അറ്റാക്കിലേക്ക് വരുന്നു. മാത്രമല്ല ഈ ചെറിയ ടീമുകൾ കാണിക്കുന്ന ഒരു പോരാട്ട വീര്യമൊക്കെ ഈ വേൾഡ് കപ്പിൽ ഗംഭീരമായി നമ്മൾ പറയുന്നു. അപ്പോൾ 32 നിന്ന് 48 ഇതിൻ്റെ സൗന്ദര്യം മൊത്തം കുറയുമെന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ്. പക്ഷേ 48 കൂടുതൽ അനുഭവങ്ങൾ, കൂടുതൽ അറിവുകളൊക്കെയാണ് ഫുട്ബോൾ നമുക്ക് തരുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഫൈസലായി തീർച്ചയായിട്ടും കോങ്കോയുടെ കാര്യം പറഞ്ഞപ്പോൾ കോങ്കോയുടെ കളി കൂടി നമ്മൾ പറയാതെ പോയാൽ അതൊരു നീതികേടായി പോകും. ഈ പോരാട്ട വീരത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, പറങ്കികളുടെ പട നമുക്കറിയാം. ഇപ്പോഴും ഒരാളോളം പറങ്കിപ്പട എന്ന് നമ്മൾ പറയാനുള്ള കാരണം തന്നെ ലോകത്തെ ഒരു കാലത്ത് അവർ അടക്കി ഭരിക്കാൻ ശ്രമിച്ചു, അധിനിവേശങ്ങൾ നടത്തി എന്നുള്ളതുകൊണ്ടാണ്. ആക്രമണത്തിൽ മാത്രമായിരുന്നു അവരുടെ മുഖമുദ്ര എന്നുള്ളത്. മറുഭാഗത്ത് കോങ്കോയെ പോലുള്ള രാജ്യങ്ങൾ അവർ അടിച്ചമർത്തലിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു പാട്രിക് ലുമുംബ ഇപ്പം ജയേഷ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ ഈ ബെൽജിയം അധിനിവേശത്തിനെതിരെ പോരാടി അവരുടെ ധീരനായകനായിട്ടുള്ള കോങ്കോ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനെ നയിച്ച പാട്രിക് ലുമുംബ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും കണ്ടിട്ടില്ല, അദ്ദേഹത്തെ ആസിഡിൽ മുക്കി മൃതശരീരം നശിപ്പിച്ചു എന്നാണ് വായിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പോരാട്ട വീര്യമുള്ളൊരു ജനത തന്നെയാണ് കളിക്കളത്തിലേക്ക് വരുന്നത്. ഈ രണ്ട് എൻഡ് തന്നെയാണ്, ഒരു അധിനിവേശത്തിനെതിരെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പോരാട്ടമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. എനിക്ക് തോന്നുന്നൊരു കാര്യമേ, ഈ പോർച്ചുഗീസ് ഒരു കുറച്ചുകൂടി സമയം കോങ്കോയ്ക്ക് കൊടുക്കണമായിരുന്നു, കുറച്ചുകൂടി അലസലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ മത്സരഗതി മറ്റൊന്നായിരുന്നു. കാരണം 6-ാം മിനിറ്റിൽ അവർ കൊണ്ടുപോയ ഒരു പോസ്റ്റിൽ ഒരു ഗോൾ അടിക്കുമ്പോൾ സാധാരണ നമ്മളെന്താ പ്രതീക്ഷിക്കുക, കുറസോവയെ പോലെയോ അല്ലെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞ ചെറിയ രാജ്യങ്ങളെ പോലെ അവരൊരു ഡിഫൻസിലേക്ക്, ലോ ബ്ലോക്ക് ഡിഫൻസിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതും. പക്ഷേ അവിടെയാണ് നേരത്തെ പറയുന്ന ഈ രക്തത്തിലുള്ള പോരാട്ട വീര്യം നമ്മൾ പ്രകടമാകുന്നത്. തൊട്ടടുത്ത നിമിഷം എന്താ പിന്നീട് അവർ ചെയ്യുന്നത്, ആക്രമണത്തിലേക്ക് കളി മാറ്റുകയാണ്. അതായത് ഇനിയിപ്പോൾ ഗോൾ വീണ സ്ഥിതിക്ക് ഇനി ഇവിടെ ഉറച്ചു നിന്നിട്ട് കാര്യമില്ല, തിരിച്ചടിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ത്വര ആ കളിക്കാരിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. അവർ 5 പേരെ ഒരു ഡിഫൻസ് ഉണ്ടാക്കുന്നു, മധ്യനിരയിലേക്ക് 4 പേരിലേക്ക് വരുന്ന, സെൻട്രൽ സർക്കിളിന് സമീപം ഒരാൾ വരുന്ന, ആ രീതിയിലേക്ക് ഒരു ആക്രമണത്തിൻ്റെ ലെവലിലേക്ക് കളി മാറുകയാണ്. പിന്നെ യോനോ വിസയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിലടക്കമുള്ള കളിച്ച താരങ്ങളുടെ 3 താരങ്ങളുടെ പരിചയസമ്പത്ത് ആ ടീമിനുണ്ട്. എങ്കിൽ പോലും ഇതാണ് ശരിക്കും കളി മാറ്റിയെന്ന് ഒരു കൗതുകത്തിന് വേണ്ടി പോലും എങ്കിൽ പറയാൻ കഴിയും. ആ തുടക്കത്തിലെ ഒരു നിസ്സഹായരായിട്ടുള്ളൊരു ടീമിനെ എതിരെ അവരെ ആക്രമിച്ച് ചോടിപ്പിച്ചു, അവരെ ഉത്തേജിതരാക്കി, അതിനുശേഷം തിരിച്ചടി ഏറ്റുവാങ്ങി. ഒരു പക്ഷേ യൊക്കുംബെ എന്ന് തോന്നുന്നു 2 അവസരങ്ങൾ, ഒരു ബൈസിക്കിൾ കിക്കടക്കം, ആ 2 അവസരങ്ങൾ പോലും ഗോളായി മാറിയിരുന്നെങ്കിൽ പോർച്ചുഗലിനെതിരെ ഒരു വമ്പൻ അട്ടിമറി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ ഈ ടീമിനെ സംബന്ധിച്ച് എല്ലാ ടീമുകളും ഓരോ മത്സരം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഒരു റൗണ്ട് മത്സരം പൂർത്തിയായിരിക്കുന്നു. ഈ ടീമിനെ സംബന്ധിച്ച് ഈ ലോകകപ്പിനെ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൻ്റെ പ്രകടനമാണോ വമ്പന്മാർക്കിടയിൽ ഏറ്റവും പാളിപ്പോയത്? അതിനുള്ള പ്രധാന കാരണം അവർക്കുള്ള തിരിച്ചുവരവ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. എനിക്ക് കോങ്കോയുടെ പ്രകടനം നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷെ കോങ്കോ ഒരു അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ അതിനെ ഒരു മറുതന്ത്രം മെനയാനോ അത് കൃത്യമായി നടപ്പാക്കാനോ കെൽപ്പില്ലാത്തൊരു സംഘമല്ല പോർച്ചുഗൽ എന്നുള്ളിടത്താണ് പ്രശ്നം. കോങ്കോ കളിയുടെ ഗിയർ മാറ്റുമ്പോൾ മറുവശത്ത് അതിന് കൃത്യമായി ഫ്ലാങ്കിലൂടെ ഓടിക്കയറി അറ്റാക്ക് നടത്തി പോർച്ചുഗലിനെ കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാമായിരുന്നു. അവരുടെ കളിയെ വീണ്ടും അവരുടെ ഹാഫിലേക്ക് തന്നെ തളച്ചിടാനുള്ള അവസരം പോർച്ചുഗലിനുണ്ടായിരുന്നു. അതിന് പകരം വിറ്റിനയും ജാവനോസും ചെയ്തത് എന്താണ്? സ്വന്തം ഹാഫിലേക്ക് പന്ത് കൊണ്ടുവന്ന് നിരന്തരമായി പോർച്ചുഗൽ ഇന്നലെ പാസ് ചെയ്ത കണക്ക് എനിക്കൊണ്ട് 1000-നടുത്തെങ്ങാണ്ടോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും അധികം പാസുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ലൊരു ശതമാനം ഹൈറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ബോൾ മുഴുവൻ പോർച്ചുഗലിൻ്റെ ഹാഫിലായിരുന്നു. പക്ഷേ പൊസഷൻ മുഴുവനും പോർച്ചുഗലിൻ്റെ കയ്യിലാണ്. ഇതാണ് കളിയുടെ പ്രശ്നം. നെഗറ്റീവ് ഗെയിം കളിച്ചു എന്നുള്ളതാണ് പോർച്ചുഗലിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. പിന്നെ ജയേഷ് പറഞ്ഞതുപോലെ തന്നെ അവിടെ എനിക്ക് റൊണാൾഡോയുടെ കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ട് ജയേഷുമായിട്ട്. അപ്പം ബോൾ റീറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡീപ്പിലേക്ക് ഇറങ്ങി വന്ന് റൊണാൾഡോ കളിക്കണമായിരുന്നു എന്നുള്ള വാദം തെറ്റാണ്. റൊണാൾഡോയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ സ്ട്രൈക്കറാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഫിനിഷറാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, എപ്പോഴാണ് ഒരു അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് ആണെങ്കിലും സ്ട്രൈക്കർ ആണെങ്കിലും ഡീപ്പിലേക്ക് ഇറങ്ങി വരേണ്ടത്? സ്വന്തം ടീമിന് പൊസഷൻ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ബോൾ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ അത് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കളിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ അതല്ലായിരുന്നു പോർച്ചുഗലിൻ്റെ പ്രശ്നം. പന്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 75% പന്ത് കൈവശം വെച്ചൊരു ടീം ആ പന്ത് എങ്ങനെ അവസാന ഫൈനൽ തേർഡിലേക്ക് എത്തിക്കണം എന്നറിയാതെ പോയതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ പോയതിൻ്റെ പ്രശ്നമാണ്. ഒരു ഗോൾ നേടിയതിന് ശേഷം മനഃപൂർവ്വം നെഗറ്റീവ് ഗെയിം കളിച്ച് അതിൽ കടിച്ചു തൂങ്ങുക എന്നുള്ള ഒരു ശൈലി ഇതാണ്. അതായത് ജർമ്മനിയിൽ നമ്മൾ കണ്ട ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ അർജൻറ്റീനയിൽ കണ്ട ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് അത് പോർച്ചുഗലിൽ കാണാതെ പോയി. അവരൊരു സന്നാഹ മത്സരം കളിക്കുന്ന പോലെയോ
അല്ലെങ്കിൽ ഒരു പരിശീലന മത്സരം കളിക്കുന്നത് പോലെയൊക്കെ കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്തത്. അവർക്കൊരിക്കലും കോങ്കോയുടെ ബോക്സിലേക്ക് അതിക്രമിച്ച് കയറാം, അവിടെ ആക്രമണം നടത്തണമെന്നുള്ള ഒരു തോന്നൽ ആ ടീമിനില്ലാതെ പോയി എന്നുള്ളതാണ്. അവർ കളി ഞങ്ങൾ നിയന്ത്രിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഗോൾ അടിക്കണമെന്നില്ല എന്ന് പറയുന്നത് പോലെയായി. അവിടെയാണ് പ്രശ്നം. അതിൽ ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബെർണാഡോ സിൽവയെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ പോലും പോർച്ചുഗലിൻ്റെ അറ്റാക്കിംഗ് ത്രീയെ കുറ്റപ്പെടുത്തേണ്ടതില്ല ഈ മത്സരത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥ കുറ്റവാളികൾ അറ്റാക്കിംഗ് ത്രീയിലല്ല, മിഡിലെ ത്രീയിലാണ്. അവിടെ അവർ അറ്റാക്കിംഗ് ത്രീയിലേക്ക് ബോൾ കൊടുക്കേണ്ടത് ആരാണ്? ഇപ്പോൾ ബെർണാഡോ സിൽവ ഫോമായില്ല, അദ്ദേഹത്തിന് എത്ര പാസ് കിട്ടി? അദ്ദേഹത്തിൻ്റെ ഫ്ലാങ്കിലേക്ക് പന്ത് വരുമ്പോഴല്ലേ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുള്ളൂ. പിന്നെ എല്ലാ സമയത്തും അദ്ദേഹം ഡീപ്പിലേക്ക് ഇറങ്ങി വന്ന് പന്തെടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ പോർച്ചുഗലിൻ്റെ കാലിലാണ് പന്ത്. അത് കിട്ടി ഞാൻ ആവോളം ആസ്വദിക്കുന്നുണ്ട്. ആ പന്ത് ബ്രൂണോ ഫെർണാണ്ടസും ആ പന്ത് ഇവരെന്തുകൊണ്ട് ഫ്ലാങ്കുകളിലേക്ക് മാറി മാറി നൽകുകയും റൊണാൾഡോയിലേക്ക് എത്തിക്കുകയും ചെയ്തില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. അപ്പോൾ മിഡ്ഫീൽഡിലെ ലാക്ക് ഓഫ് കോർഡിനേഷനാണ്, അവരുടെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള മൂവില്ലായ്മയാണ് മത്സരത്തിൽ പ്രതിഫലിച്ചത്. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഈ സ്വാഭാവികമായിട്ട് ഈ ആഫ്രിക്കൻ ടീമുകളെല്ലാം വരുമ്പോൾ അവരുടെ ഒരു പോരാട്ട വീര്യം എല്ലാ ലോകകപ്പുകളിലും നമ്മൾ കണ്ടതാണ്. അത് കാമറൂണിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, നൈജീരിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇപ്പം സാദിയോ മാനയിലൂടെ, ഇപ്പോൾ സെനഗലിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോങ്കോയും ആ തരത്തിലേക്ക് പക്ഷേ ഞാൻ കോങ്കോയ്ക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേപ്പവിഡെ കളിച്ച ഒരു കളിയുണ്ടല്ലോ, അവിടെ നമ്മൾ ആ കേപ്പവിഡയുടെ കളിയെയാണ് കൂടുതൽ പ്രൈസ് ചെയ്തത്. അത് ഒരു കാരണവശാലും സ്പെയിനിൻ്റെ ഒരു മികവില്ലായ്മയല്ല, സ്പെയിനിൻ്റെ മികവിനെ കവച്ചു വെക്കുന്നതായിരുന്നു. ഇവിടെ പോർച്ചുഗലിൻ്റെ ലാക്ക് ഓഫ് കോർഡിനേഷനാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതിനുശേഷം അതിൽ നിന്നുള്ള ലൂപ്പ് ഹോൾസ് എടുത്തിട്ടാണ് കോങ്കോ കളിച്ചത് എന്നുള്ളതാണ്. അതായത് കേപ്പവിഡയുടെ കളിയുമായി അത്ര മികച്ചതായില്ല കോങ്കോയുടേതെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സ്വാഭാവികമായിട്ടും ഞാൻ പറയാം, ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ പ്രതിഭയുണ്ടായിട്ടും ഏറ്റവും മോശം കളി കളിച്ച സ്പെയിൻ ഒക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, അവരുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫിനിഷ് ചെയ്യുന്നതിൽ പോരായ്മ, പിന്നെ ആ ഗോൾ കീപ്പറുടെ അസാമാന്യമായ പ്രകടനം, ഇതെല്ലാം കൊണ്ടാണ്, ഒസിനിയയുടെ ഒരു പ്രകടനം കൊണ്ടാണ്. ഇതങ്ങനെയല്ല. കോങ്കോ ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ പോർച്ചുഗലിന് സാധിച്ചില്ല എന്നുള്ളിടത്ത് ഏറ്റവും മോശമായി കളിച്ച ടീം പോർച്ചുഗലാണെന്നാണ് ഞാൻ പറയുന്നത്. അത് റൗണ്ടിൽ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇന്നലത്തെ മറ്റേ മത്സരത്തെ കുറച്ചുകൂടി പരാമർശിക്കാതെ പോകുന്ന ശരിയല്ല. ഇംഗ്ലണ്ട് ഗോളടിച്ച് തുടങ്ങിയിട്ടുണ്ട് പതിവ് പോലെ. ഹാരി കെയ്ൻ പെനാൽറ്റിയും ഗോളടിച്ച് ആളാക്കി മാറ്റി ഫീൽഡ് ഗോളും നേടിയിട്ടുണ്ട്. 12 മിനിറ്റിൽ 42 മിനിറ്റിൽ 4-2 എന്നുള്ളതാണ് സ്കോർ ക്രൊയേഷ്യക്കെതിരെ. 2018 സെമിയിലേറ്റ ആ തോൽവിക്ക് അവർ പകരം വീട്ടാനും കഴിഞ്ഞിട്ടുണ്ട്. ആ മത്സരം ഒരു മുന്നറിയിപ്പാണോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്? അതോ ഇംഗ്ലണ്ട് ഈ പതിവ് പോലെ തുടങ്ങി അവസാനം ക്വാർട്ടറിലോ സെമിയിലോ അവസാനിക്കുന്ന ഒരു സാധ്യതയാണോ ഉള്ളത്? ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നു അത്. സ്കോർ നില കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ക്രൊയേഷ്യ കുറച്ച് ഡൗൺ ആയി 4 ഗോൾ വഴങ്ങിയത്. പക്ഷേ ഏറ്റവും ഗംഭീരമായ പോസിറ്റീവ് ഫുട്ബോളാണ്. നേരത്തെ വയസ്സിലെ നെഗറ്റീവ് ഫുട്ബോളിൻ്റെ കഥ പറഞ്ഞു. ഏറ്റവും ഗംഭീരമായ പോസിറ്റീവ് ഫുട്ബോളാണ് രണ്ട് ടീമുകളും കളിച്ചത്. അതിൽ തന്നെ ഹാരി കെയ്ൻ കൃത്യമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. തോമസ് തുഷലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അതെ, ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ലീഗിലെല്ലാം ഗംഭീരമായി കളിച്ച പാമർ അടക്കമുള്ള താരങ്ങളെ ഒഴിവാക്കി ഹെൻഡേഴ്സൺ ഉൾപ്പെടെയുള്ള വളരെ ഓൾഡായ താരങ്ങളെ ടീമിൽ നിറച്ചു എന്നൊക്കെ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ തുഷേലിനുണ്ടായിരുന്നു. പക്ഷേ ക്രൊയേഷ്യക്കെതിരെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു ഗംഭീരമായ വിജയം നൽകാൻ തുഷേലിന് കഴിഞ്ഞു. അതിൽ തന്നെ ഹാരി കെയ്ൻ നേരത്തെ അതിനോട് സൂചിപ്പിച്ച പോലെ തന്നെ ഫസ്റ്റ് പെനാൽറ്റി ഗോൾ വരുന്നു. ആ ഗോൾ തന്നെ ഫസ്റ്റ് റീടേക്ക് ആയിരുന്നു. അത് ആദ്യത്തെ ടേക്കിൽ ഗോളിച്ച് അഡ്വാൻസ് ചെയ്തതിന് രണ്ടാമത് അദ്ദേഹം കിക്കെടുത്തു, ഗോളാക്കി. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത് അതിഗംഭീരമായൊരു ഗോളായിരുന്നു. ഒരു പൊസിഷനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏത് രീതിയിലാണ് ബോക്സിൽ ഒരു സ്ട്രൈക്കർ നിൽക്കേണ്ടതെന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു പക്ക പൊസിഷനിങ് ആയിരുന്നു. മാറി ഓടി വന്ന് ഹെഡ് ചെയ്ത് എത്തിക്കുന്നു. പിന്നീട് അപ്പോൾ തന്നെ 2 ഗോളുകൾ ക്രൊയേഷ്യ അടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പിരിയുമ്പോൾ 2-2 എന്നുള്ള സ്കോറിലാണുള്ളത്. അപ്പോൾ ഗോർഡൻ ആയാലും മധുവൊക്കെ ആയാലും 2 വിങ്ങിലും തിപ്പൊരു ചിതറിക്കുന്ന പ്രകടനം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട്. മറുവശത്തും ലൂക്ക നമ്മൾ പ്രതീക്ഷിച്ചൊരു ഇതിലേക്ക് എത്തിയിട്ടില്ല. പ്രായവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കൃത്യമായിട്ട് ബാധിക്കുന്നത് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ ടീം എന്നുള്ള നിലയിൽ ഗംഭീരമായി കളിച്ചു. പ്രത്യേകിച്ച് പെരിസിച്ചെല്ലാം അങ്ങനെ തള്ളികയിലേക്ക് എന്ന പോലെയാണ് പാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ അങ്ങനെ ഗംഭീരമായ രീതിയിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു 2-2. സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് കുറെ കൂടി സ്ട്രാറ്റജി മാറ്റി കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട്
പിഴവുകൾ ഡിഫൻസിൽ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിക്ഫോർഡെല്ലാം വലിയ രീതിയിലുള്ള ബ്ലണ്ടറുകൾ കളിച്ച് ഗോൾ വഴങ്ങുമെന്ന് ഏത് നിമിഷവും തോന്നിക്കുന്ന രീതിയിലായിരുന്നു അവർ കളിച്ചത്. ഒപ്പം തന്നെ ഡിഫൻസ് ലൈനും ഒരുപാട് പൊട്ടുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇംഗ്ലണ്ട് കളിച്ചു. അങ്ങനെയാണ് ആ ലാസ്റ്റ് 2 ഗോളുകൾ വരുന്നത്. പിന്നീട് ഒരു 70 മിനിറ്റിന് ശേഷമാണ് റഷ്ഫോർഡിനെയും ബുക്കായോ സാക്കയെയും ഒരുമിച്ചിറങ്ങുന്നത്. അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. അങ്ങനെ സാക്കയുടെ ഒരു ഗംഭീര പാസ് തന്നെയാണ് റാഷ്ഫോർഡ് ഇറങ്ങി ഒരു 10 മിനിറ്റിനകം തന്നെ അടുത്തൊരു ഗോൾ ഓടിക്കുന്നത്. അങ്ങനെ ഒരു 4-2 ഗംഭീരമായി തുടങ്ങാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു. ഒപ്പം തന്നെ കഴിഞ്ഞ മുമ്പത്തെ വേൾഡ് കപ്പിൽ സെമിയിൽ പുറത്താക്കിയതിൻ്റെ ആ ഒരു എന്താ പറയുക, കണക്ക് ചോദിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു പകരം ചോദിക്കാനും കഴിഞ്ഞു. ഇംഗ്ലണ്ടും പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഫേവററ്റുകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ പോർച്ചുഗൽ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്രസീലിനെ നമ്മളതിൽ ആ രീതിയിൽ കൂട്ടേണ്ട. കാരണം ബ്രസീലിന് ഏറ്റവും നല്ല എതിരാളികളിലൊന്നിനാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ടീമുകളെല്ലാം ഏറെക്കുറെയൊക്കെ ഫേവററ്റ് എന്നുള്ള ടാഗിൽ വന്ന് ഏറെക്കുറെ നല്ല പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിന് ഒപ്പം വെക്കാവുന്ന പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെയും. ഫൈസ് അങ്ങനെ നോക്കുന്നത് ആദ്യ മത്സരത്തിൻ്റെ ആഘാതത്തിലായിരുന്നു കാണുമല്ലോ 2ാം മത്സരം തുടങ്ങുന്ന ഘട്ടത്തിൽ. അപ്പോൾ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ അവരുടെ ഒരു സാധ്യത എത്രത്തോളം വന്നാണ് ഈ ലോകകപ്പിൽ? ക്രൊയേഷ്യ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു ഗോൾഡൻ ജനറേഷൻ്റെ അവസാനമാണ്. ഇപ്പം ലൂക്ക ആ ഗോൾഡൻ ജനറേഷനിൽ പലരും ഇപ്പോൾ ടീമിലില്ല എന്നുള്ളതാണ്. ഇപ്പം മിഡ്ഫീൽഡൊക്കെ അവർ ഇപ്പോൾ പെരിസിച്ച് മാറ്റിക്കഴിഞ്ഞാൽ, മോഡ്രിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ടീം ഏതാണ്ട് കഴിഞ്ഞ ലോകകപ്പിൽ നിന്ന് നല്ല മാറ്റമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യ പകുതിയിൽ അവർ ഒരു ഇംഗ്ലണ്ടുമായി ഒപ്പത്തിനൊപ്പം നിന്നു. 2ാം പകുതിയിലേക്ക് വരുമ്പോൾ അവർക്ക് ബാധിച്ചതും ഈ ഒരു പ്രായത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. മറുവശത്ത് വളരെ എനർജറ്റിക്കായി കളിക്കുന്ന ജൂഡ് ബെല്ലിംഗ്ഹാമിനെ പോലുള്ള പ്ലെയേഴ്സാണ് എന്നുള്ളതാണ്. പിന്നെ ഹാരി കെയ്ൻ നമുക്കറിയാം ഈ സീസണിൽ ഗോളടിച്ചു കൂട്ടി മിന്നും ഫോമിലുള്ള ഒരു താരമാണ്, ബുണ്ടസ്ലീഗയിലെ ടോപ്പ് സ്കോററാണ്. അപ്പം ഹാരി കെയ്ൻ കഴിഞ്ഞ ലോകകപ്പിലും മനോഹരമായി തുടങ്ങിയ ഒരു താരമാണ്. ഇത്തവണയും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. എനിക്കതിൽ ഹാരി കെയ്ൻ്റെ പ്രകടനം നോക്കുമ്പോൾ ഇപ്പോൾ മെസ്സി 3 അടിച്ചു, ഹാലൻഡ് 2 അടിച്ചു, എംബാപ്പെ 2 അടിച്ചു, കെയ്ൻ 2 അടിച്ചു. ഈ ലോകകപ്പിലെ ഈ ടോപ്പ് സ്കോറർക്ക് വേണ്ടിയുള്ള പോരാട്ടം കനക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പ്രമുഖ താരങ്ങളെല്ലാം ഫോമിലാണെന്ന് തെളിയിക്കുന്ന മത്സരം കൂടിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് ശക്തമായ ഒരു ടീം തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല മിഡ്ഫീൽഡുണ്ട്. അപ്പോൾ നല്ലൊരു ഷാർപ്പ് ഫിനിഷറായിട്ടുള്ള കെയ്നെ പോലുള്ള ഒരു താരമുണ്ട്. ഡിഫൻസിലും സ്ട്രോങ് ആണ്. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ വലിയ സൂപ്പർ താരങ്ങളുമായി എത്തി ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്തി മടങ്ങുന്നതാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ശൈലി എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ ക്രൊയേഷ്യയെ പോലുള്ള സാമാന്യം ശക്തരായ ഒരു ടീമിനെ നല്ല മാർജിനിൽ തന്നെ ജയിക്കാൻ സാധിച്ചു എന്നുള്ള, സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. പക്ഷേ എങ്കിൽ പോലും 2 ഗോൾ വഴങ്ങി. അത് പക്ഷേ ഡിഫൻസിൻ്റെ മാത്രം പോരായ്മയായി കാണേണ്ടതില്ല. ക്രൊയേഷ്യ പോലുള്ള ഒരു ടീമായതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴേ നമ്മൾ ഇനിയിപ്പോൾ ഈ ലോകകപ്പ് ചർച്ച ചെയ്യുന്നത് എന്തായാലും എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞു. 2 ടീമുകൾ എന്തായാലും അഡ്വാൻസ് ചെയ്യും. പക്ഷേ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളെ സംബന്ധിച്ചാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. ബെസ്റ്റ് 3rd പ്ലേസ് ടീമുകൾ പറയുമ്പോൾ അപ്പോൾ അതിലൊന്നാമത് നിൽക്കുന്നത് ഗോൾ ആവറേജിൻ്റെ കൂടിയാണ് നെതർലൻഡ്സാണ് ഒന്നാമത് നിൽക്കുന്നത്. 2ാമത് ബ്രസീലുണ്ട്, 3ാമത് ബെൽജിയവും, 4ാമത് ഖത്തറും ഉണ്ട്. 5ാമതാണ് നമ്മൾ ഈ പറഞ്ഞ പോർച്ചുഗലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അവർ നമുക്കറിയാമല്ലോ ഇന്നത്തെ ഗോൾ ആവറേജ് എന്നുള്ളത്. സ്പെയിൻ 6ാം സ്ഥാനത്ത്, 7ാം സ്ഥാനത്ത് ചെക്ക്, 8ാമത് എക്വഡോർ, 9ാമത് പനാമ, 10ാമത് സെനഗലുണ്ട്, 11 ജോർദാനും, 12 തുർക്കിയുമാണ്. അപ്പോൾ ഈ 12 ടീമുകളിൽ നിന്ന് അഡ്വാൻസ് ചെയ്യപ്പെടുന്ന 8 ടീമുകൾക്ക് കൂടി അടുത്ത ഘട്ടത്തിൽ അവസരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നിരാശപ്പെടുത്തിയ ടീമുകളിൽ വൻപന്മാരായിട്ട് നിൽക്കുന്നത് നെതർലൻഡ്സും ബ്രസീലും പോർച്ചുഗലും സ്പെയിനുമുണ്ട്. ഈ ബെസ്റ്റ് 3 എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുമ്പോഴും ഇവർ അടുത്ത ഘട്ടത്തിൽ സെക്കൻഡിലേക്കോ ഫസ്റ്റിലേക്കോ വരാനുള്ള സാധ്യതകൾ അതാത് ടീമുകളുടെ അതാത് ഗ്രൂപ്പുകളിലുള്ള സാധ്യത ഓപ്പൺ ആണോ ശരിക്കും? എനിക്ക് തോന്നുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ബ്രസീലിൻ്റെ ഗ്രൂപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ബ്രസീലിന് ആ ഗ്രൂപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മാച്ച് എന്ന് പറയുന്നത് മൊറോക്കോയുമായിട്ടുള്ള മാച്ച് തന്നെയായിരുന്നു. ആ മാച്ചിൽ ആക്ച്വലി അത് അവർക്ക് ആ കടമ്പ കഴിഞ്ഞു. ഇനി അവർക്ക് ഹെയ്ത്തിയുമായിട്ടാണ് മത്സരം, മറ്റൊന്ന് സ്കോട്ട്ലൻഡുമായിട്ടാണുള്ളതാണ്. സ്വാഭാവികമായിട്ടും സ്കോട്ട്ലൻഡുമായിട്ടുള്ള മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രയാസം സൃഷ്ടിക്കുന്ന മത്സരം തന്നെയായിരിക്കും. അതൊരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. എങ്കിൽ പോലും അവരൊരു 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഖത്തർ പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അവർക്ക് 3ാം സ്ഥാനത്തിന് വേണ്ടി തന്നെയായിരിക്കും മത്സരിക്കുക. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ആദ്യ മത്സരത്തിലെ സ്പെയിനിനെ മാത്രം വെച്ച് നമ്മൾ വിലയിരുത്തേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പം യുറുഗെ എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യ ആയിട്ട് അവർ സമനിലയിൽ പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്പെയിന് യുറുഗയും സൗദിയുമായിട്ടാണ് മത്സരം. സ്വാഭാവികമായിട്ട് സ്പെയിൻ ഒന്നുകിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ അവർ കൂടുതൽ സാധ്യത അതിന് തന്നെയാണ്, അവരവിടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയുള്ള മത്സരം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കടുകട്ടിയായിരുന്നു. അവർക്ക് താരതമ്യേന ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടായിരുന്ന മത്സരമായിരുന്നു ഇത് എന്നുള്ളതാണ്. അപ്പം പോർച്ചുഗലിന് ഇനിയിപ്പോൾ ഒന്ന് കൊളംബിയയാണ്. ആ മത്സരം ഒരല്പം അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു മത്സരമായിരിക്കും. അതിനേക്കാൾ എനിക്ക് ഇപ്പം കഴിഞ്ഞ മത്സരം എന്തായി, കൊളംബിയ 3 ഗോളിന് മുന്നിലാണ് ഈ ഘട്ടത്തിൽ. ഈ ഉസ്ബെക്കിസ്ഥാനെ ഇപ്പം കോങ്കോയുമായി ഈ കളി കളിച്ച പോർച്ചുഗലിന് ഉസ്ബെക്കിസ്ഥാൻ അത്ര നിസ്സാര ടീമായിരിക്കില്ല. ഞാൻ ഉസ്ബെക്കിസ്ഥാൻ്റെ മത്സരങ്ങൾ 2-3 മത്സരങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ഗോളടിച്ച ഫൈസലേവനെ പോലുള്ള താരങ്ങൾ. ഉസ്ബെക്കിസ്ഥാൻ ഒരു യൂറോപ്യൻ ശൈലിയിൽ കളിക്കുന്ന ടീമാണ്. അപ്പോൾ അവരെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്തപ്പോൾ കോങ്കോയേക്കാൾ അല്പം പ്രയാസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. അവർ കൃത്യമായ സ്ട്രാറ്റജിക് ഗെയിമുമായി വന്നാൽ പോർച്ചുഗലിന് ചിലപ്പോൾ കടുകട്ടിയാവാനുള്ള സാധ്യത. ഇപ്പം ഒരു ഭാഗത്ത് കൊളംബിയയുണ്ട്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ കോങ്കോ എങ്ങനെ കളിക്കുമെന്ന് കൂടെ നമ്മൾ കണ്ടറിയണം. ഇത് അവർക്ക് കിട്ടുന്ന ഒരു ഊർജം ചെറുതല്ല. അവർ കൊളംബിയയെ സമനിലയിൽ തളക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ ആ ഗ്രൂപ്പിൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ കടന്നു വന്ന ഒരു ചാമ്പ്യന്മാരാവുക എന്നുള്ളത് അവർക്ക് പ്രയാസമായിരിക്കും. 2ാം സ്ഥാനത്തിനോ അല്ലെങ്കിൽ 3ാം സ്ഥാനത്തിനോ മത്സരിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാനുള്ളത്, ഒരു റൗണ്ട് മാച്ചേ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ ടീമിൻ്റെയും. നമ്മളിപ്പോൾ തന്നെ അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് എടുത്തു കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ തോറ്റ് 1% പോലും സാധ്യതയില്ലാതിരുന്നാണ് വന്നിട്ട് അർജന്റീന ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഒരു 2-3 റൗണ്ട് 2 റൗണ്ട് കഴിയുമ്പോഴെങ്കിലും നമ്മൾക്ക് ഏറെക്കുറെയൊക്കെ ടീമിൻ്റെ ഒരു ശക്തിയും ദൗർബല്യമൊക്കെ പറയാൻ പറ്റുന്നത്. എതിരാളികൾ അറിയാത്ത അല്ലെങ്കിൽ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്പെയിനൊക്കെ സംഭവിച്ചത് ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ്. ഈ ടീമിനെതിരെ കളിക്കാൻ ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സ് മതി. ഇപ്പോൾ യമാലും നിക്കോ വില്യംസൊക്കെ റെസ്റ്റ് എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് കോച്ച് വിട്ടത്. പിന്നെ അത് പണിയാവും തോന്നിയപ്പോഴാണ് 70 മിനിറ്റിന് ശേഷം ആ താരങ്ങളെ ഇറക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കണ്ടു. അപ്പോൾ അത്തരത്തിൽ ടീമിനെ ഒന്ന് പഠിക്കാനുള്ള സമയം കൂടി ഫസ്റ്റ് റൗണ്ടിലുണ്ട്. ആകെ 8 മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ആവുന്ന ഒരു വേൾഡ് കപ്പ് സ്ട്രക്ചറാണത്. അപ്പോൾ ഓരോ മാച്ചും നിർണായകമാണ്. ശേഷിക്കുന്ന മത്സരങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ടീമുകളും കയറി വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ക്രൂഷ്യൽ മാച്ചിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സമ്മർദ്ദം ചെറിയ ടീമുകൾക്ക് എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. അത് വേൾഡ് കപ്പിലും ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം അതാണ് ആ പോർച്ചുഗലിൻ്റെ ആരാധകരോട് നമ്മൾ പോർച്ചുഗലിൽ തുടങ്ങി പോർച്ചുഗൽ അവസാനിപ്പിക്കാം. പോർച്ചുഗലിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ആരാധകരോട് ഇപ്പോൾ ജയേഷ് പറഞ്ഞു നിർത്തിയ പോയിന്റ് മാത്രമാണ് പറയാനുള്ളത്. ആദ്യ കളി തോറ്റ് ലോക ചാമ്പ്യന്മാരായ ചരിത്രമുള്ള അർജന്റീനയെ പോലെ ഇത്തവണ ആദ്യം വെല്ലുവിളി നേരിട്ടെങ്കിലും കയറി വരട്ടെ പോർച്ചുഗൽ. അവർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം നിൽക്കാൻ ആ ടീമിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം, ആശംസിക്കാം. ഒപ്പം വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൂടുതൽ മത്സരങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.